നമുക്ക് തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം ഇലന്തൂരിലെ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. വീരസൈനികൻ്റെ മൃതശരീരം ഇപ്പോൾ ഇലന്തൂർ ക്യാമ്പിലേക്ക്, ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് എത്തിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 58 വർഷങ്ങൾക്കു ശേഷം കണ്ടെത്തിയ പ്രിയ സുഹൃത്ത് തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം കാണാൻ അന്നൊരു പക്ഷേ അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരുന്നവർ വളരെ കുറച്ച് മാത്രമേ ആ നാട്ടിലുണ്ടാവൂ. നേരിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്തവരായിരിക്കും അവിടെ തിങ്ങിക്കൂടിയവരിൽ പലരും. ചണ്ഡീഗഡിൽ നിന്ന് ലേയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് ആ വിമാനം തകർന്നു വീണത്. സൈന്യം ഒപ്പമുണ്ട്, പോലീസിൻ്റെ സംവിധാനവും പോലീസിൻ്റെ ഒരു കോൺവോയും അവരെ അനുഗമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇലന്തൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരും. പ്രവീൺ പുരുഷോത്തമൻ, തോമസ് ചെറിയാന് 56 വർഷങ്ങൾക്കു ശേഷം നാട് വരവേൽപ്പ് നൽകുകയാണ്. പക്ഷേ അത് മറ്റൊരു തരത്തിലാണ് എന്ന് മാത്രം. ഈ തോമസ് ചെറിയാനെ നേരിട്ടറിയാവുന്നവർ വളരെ വിരളമായിരിക്കുമല്ലേ ആ തിങ്ങിക്കൂടിയിരിക്കുന്ന മനുഷ്യർക്കിടയിൽ? അതെ അരുൺ, തോമസ് ചെറിയാൻ്റെ ഓർമ്മകൾ ഉള്ള ആളുകൾ ഇപ്പോൾ വളരെ അപൂർവമാണ് ഇലന്തൂരിൽ. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ജീവിച്ചിരിപ്പിക്കുകയാണെങ്കിൽ 78 വയസ്സ് പ്രായം ഉണ്ടാകേണ്ടതായിരുന്നു. 22ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മരണം സംഭവിച്ചത്. ഇപ്പോൾ നീണ്ട 56 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സൈനിക വാഹനം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. അതിന് മുന്നോടിയായി സൈന്യത്തിൻ്റെ ഒരു വാഹനം ഇപ്പോൾ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരനെ കാണുന്നതിനായി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭൗതിക ശരീരം കാണുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ആർക്കും അദ്ദേഹത്തിൻ്റെ ഒരു മുഖം ഓർമ്മ കാണില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ തോമസ് ചെറിയാൻ്റെ ഒരു സഹപാഠിയെ കണ്ടിരുന്നു, 78 വയസ്സ് പ്രായമുള്ള സമപ്രായക്കാരൻ. അദ്ദേഹം അന്നത്തെ കാലത്തെ ഓർമ്മകളൊക്കെ പങ്കുവച്ചിരുന്നു. തോമസ് ചെറിയാൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പലരും സൈന്യത്തിൽ ഉണ്ടായിരുന്നു. തോമസ് ചെറിയാൻ്റെ മൂത്ത സഹോദരൻ സൈനികനായിരുന്നു. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് തോമസ് ചെറിയാനും 22ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ മരണം സംഭവിച്ച ആ സമയത്ത് സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. 18 വയസ്സ് പൂർത്തീകരിച്ചപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം സൈന്യത്തിൽ പരിശീലനത്തിന് പോയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ആദ്യ പോസ്റ്റിംഗ് ലഭിച്ച ഇടത്തേക്ക് വിമാനത്തിൽ പോകവെയാണ്, സൈനിക വിമാനത്തിൽ പോകവെയാണ് മഞ്ഞുമലയിൽ വിമാനം തകർന്നു വീണ് ആ ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷം ഈ കാലഘട്ടം അത്രയും നീണ്ട 5 പതിറ്റാണ്ടുകൾക്ക് ശേഷവും വീട്ടുകാർക്ക് എന്താണ് സംഭവിച്ചതെന്നോ അദ്ദേഹം എവിടെയാണെന്നോ ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു വിമാനാപകടം സംഭവിച്ചു എന്നത് കാണുവാനില്ല എന്നത് സംബന്ധിച്ചൊരു അറിയിപ്പ് മാത്രമാണ് സൈന്യത്തിൽ നിന്ന് ലഭിച്ചിരുന്നത്. പിന്നീട് ചില ഇടസമയങ്ങളിൽ, ചില 4 വർഷങ്ങൾക്ക് മുമ്പും തിരച്ചിൽ നടത്തുന്നതായി ഒരു അറിയിപ്പ് സൈന്യത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം, തോമസ് ചെറിയാൻ്റെ ആ ഭൗതിക ശരീരം ഇപ്പോൾ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് എത്തിക്കുകയാണ്. പൂർണ്ണ സൈനിക ബഹുമതിയോടെ ആയിരിക്കും. ഒപ്പം തന്നെ വീട്ടിൽ വെച്ച് പോലീസിൻ്റെയും ഗാർഡ് ഓഫ് ഓണർ നൽകും. അങ്ങനെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും ഉച്ചതിരിഞ്ഞ് ഇലന്തൂരിലെ ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കല്ലറയിൽ തോമസ് ചെറിയാൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുക. 12:15 ഭവനത്തിലെ സംസ്കാര ശുശ്രൂഷ ആരംഭിക്കുക. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യത്തിൽ കാണുന്നത് തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം, സൈനിക വാഹനം ഇപ്പോൾ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷം തോമസ് ചെറിയാൻ്റെ ആ ഒരു ഓർമ്മ ഇപ്പോൾ വീണ്ടും ഇവിടെ ഈ നാടാകെ ഉണർന്നിരിക്കുന്നു. 22ാം വയസ്സിൽ ആ ജീവൻ രാജ്യത്തിന് വേണ്ടി അന്ന് ത്യജിക്കപ്പെട്ടു. അതിനുശേഷം നീണ്ട 56 വർഷക്കാലം ത്തിൻ്റെ ഓർമ്മകൾ മാത്രമായിരുന്നു കുടുംബാംഗങ്ങൾക്കും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്ത് ഒരുമിച്ച് ജീവിച്ച് കളിച്ചു വളർന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നാനാ തലമുറയിൽപ്പെട്ട, എല്ലാ തലമുറയിലും പെട്ട ആളുകൾ, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ, മുതിർന്നവർ, വൃദ്ധർ ഉൾപ്പെടെ എല്ലാം ഈ തോമസ് ചെറിയാൻ്റെ ഈ ഭൗതിക ശരീരം കാണുന്നതിനായി ഇപ്പോൾ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് ഇവിടെയുണ്ട്. മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസ് കർശനമായി തന്നെ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നുണ്ട്. തീർത്തും വികാരപരമായിട്ടുള്ള ഒരു സന്ദർഭം എന്ന് തന്നെ പറയാം. കാരണം 1968 ഈ വിമാനാപകടം സംഭവിക്കുന്നത്. അതിനുശേഷം സൈന്യത്തിൽ നിന്നും ചില അറിയിപ്പുകൾ അന്നത്തെ കാലത്ത് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിരുന്നു. പിന്നീട് ഈ നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആ ഭൗതിക ശരീരം ഇപ്പോൾ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ ഉള്ളവരെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സൈന്യത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇപ്പോൾ
ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള സൈനിക വാഹനം ഇപ്പോൾ എത്തുകയാണ്. ഇന്നലെ ഉച്ചയോടെയാണ് തിരുവനന്തപുരത്തേക്ക് ഭൗതിക ശരീരം എത്തിച്ചത്. അതിനുശേഷം ഇന്ന് രാവിലെ 6 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നും ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പത്തനംതിട്ട ഇലന്തൂരിലേക്ക് പുറപ്പെട്ടു. ഇപ്പോൾ ഈ സൈനിക വാഹനം, ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള സൈനിക വാഹനം ഇപ്പോൾ ദായിദ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ റോഡിൻ്റെ ഇരുവശവും നിൽക്കുന്ന ആളുകൾ പുഷ്പങ്ങളൊക്കെ അർപ്പിക്കുന്നുണ്ട് ആ ധീര സൈനികന് വേണ്ടി. 22-ാം വയസ്സിൽ അന്ന് ജീവൻ നഷ്ടമായതിനു ശേഷം മഞ്ഞുമലകളിൽ ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്ന ആ മൃതശരീരം ഇന്ത്യൻ സൈന്യത്തിൻ്റെ തുടർച്ചയായ തിരച്ചിലിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഈ തോമസ് ചെറിയാനോടൊപ്പം മറ്റ് 3 പേരുടെ മൃതദേഹങ്ങൾ കൂടിയ മഞ്ഞുമലയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ 3 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. തോമസ് ചെറിയാൻ, മറ്റ് 2 പേർ. തോമസ് ചെറിയാൻ്റെ മൃതദേഹത്തിൽ നിന്നും ബന്ധുക്കളുടെ ഒരു മേൽവിലാസം സൂചിപ്പിച്ചിരുന്ന ഒരു തെളിവ് കിട്ടി. അതാണ് ഇക്കാര്യത്തിൽ ഒരു വഴിത്തിരിവായത്. ഇപ്പോൾ ദൃശ്യത്തിൽ നമുക്ക് കാണാം ഭൗതിക ശരീരം ഇപ്പോൾ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തിച്ചിരിക്കുന്നു.